Hi friends, welcome back to Fission Creations. ഇന്നത്തെ നമ്മുടെ ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന്. സ്വീറ്റ് കോൺ അഥവാ ചോളം കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ രണ്ട് റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനായി ആദ്യം ചോളം ഇതുപോലെ അടർത്തിയെടുത്ത് സെപ്പറേറ്റ് ആക്കണം. ഇനി ഇത് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് ഫുൾ ഫ്ലെയിമിൽ 3 വിസിൽ വരുത്തി എടുക്കണം. ഇപ്പോൾ ആവിയൊക്കെ പോയി ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ആദ്യത്തെ റെസിപ്പിയായ സ്വീറ്റ് കോൺ ക്രിസ്പി തയ്യാറാക്കാനായി ആവശ്യമായ 1 കപ്പ് കോൺ അഥവാ ചോളം ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് കോട്ട് ചെയ്യാൻ ആവശ്യമായ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് 1/4 ടീസ്പൂണിനേലും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനാവശ്യമായ എണ്ണ ഒരു പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു കോൺ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺ ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കോൺ ചിലപ്പോൾ എണ്ണയിൽ നിന്നും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. ഇത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കുക. കുറച്ച് സമയത്തിന് ശേഷം അടപ്പെടുത്ത് മാറ്റി ഗോൾഡൻ ബ്രൗൺ ആയിരിക്കുന്ന നമ്മളുടെ കോൺ എണ്ണയിൽ നിന്നും അധികമുള്ള എണ്ണ പോകാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കി കോണുകളും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ചെറുതായി അരിഞ്ഞ മല്ലിയില വിതറി ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റിയും ഇതിൻ്റെ പേര് പോലെ തന്നെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു നല്ല വിഭവമാണിത്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മളുടെ രണ്ടാമത്തെ റെസിപ്പിയായ സ്വീറ്റ് കോൺ ചാട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു സവാള പൊടിയായി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞത്, ഒരു ചെറിയ പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞ മല്ലിയില, 1 കപ്പ് കോൺ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് കോൺ ഒരു ബൗളിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കണം. അതിനുശേഷം ടൊമാറ്റോ അരിഞ്ഞതും പച്ചമുളക് പൊടിയായി അരിഞ്ഞതും ഉള്ളിയും ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ചെറുതായി അരിഞ്ഞ മല്ലിയില ഇതിലേക്കൊന്ന് വിതറിക്കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നാരങ്ങ നീരും അതിലേക്ക് പിഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. കോൺ കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ 2 റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതുപോലെ വേവിച്ച കോൺ ഒരു ഡബ്ബയിൽ അടച്ച് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം നല്ലോണം സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് ഇതുപോലെ കോൺ എടുത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി ചൂടോടെ കഴിക്കാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പികളും എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.